നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. പ്രദക്ഷിണത്തിൽ ഇന്ന് കർക്കിടക മാസഫലങ്ങളാണ് വിവരിക്കുന്നത്. കൊല്ലവർഷം 1200 ആണ്ട് കർക്കിടക മാസത്തിലെ ഫലങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു. സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്ന ഈ സമയത്ത് ചില നാളുകാർക്ക് ഗുണങ്ങൾ ഏറിയിരിക്കുമ്പോൾ ചില നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. പൊതുവെ കർക്കിടക മാസം നിങ്ങൾക്കെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ഫലങ്ങൾ ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നു. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരിൽ ആർക്കൊക്കെയാണ് ഈ കർക്കിടകം ഭാഗ്യാനുഭവങ്ങൾ തരുന്നത്, ആരൊക്കെയാണ് ഈ രാശിമാറ്റം ദോഷകരമായി ബാധിക്കുന്നുവെന്നൊക്കെ നമുക്ക് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി മേടം രാശി. മേടം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാൽഭാഗ നക്ഷത്രങ്ങളാണ്. മേടം രാശിയിൽപ്പെടുന്ന മേൽപ്പറഞ്ഞ നാളുകാർക്ക് ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതാണ്. ഏതൊരു കാര്യത്തിലും ഏർപ്പെട്ടാലും അവയൊക്കെ വിജയത്തിലെത്തിക്കുവാൻ ഇവർക്ക് ഈ മാസം സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽ സംബന്ധമായും വിദ്യാഭ്യാസപരമായും ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകും. സന്താനങ്ങളിൽ നിന്നുള്ള ഗുണം വർദ്ധിക്കും, അല്ലെങ്കിൽ സന്താനം വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വരവ് കൂടിയിരിക്കുമെങ്കിലും അതിനേക്കാൾ ഉപരിയായി ചിലവ് വർദ്ധിക്കുന്നതാണ്. വരവിൽ കവിഞ്ഞ് ചിലവഴിക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. പലപ്പോഴും മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും വർദ്ധിക്കുന്നതാണ്. ജോലിസ്ഥലത്തും ഗൃഹത്തിലും അല്ലെങ്കിൽ കുടുംബത്തിലുമൊക്കെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും മാനസിക വൈഷമ്യങ്ങൾക്കും ഇടയാവുന്നതാണ്. ജോലി സംബന്ധമായ മറ്റും ദീർഘദൂര യാത്രകൾ ആവശ്യമായി വരും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. കുടുംബത്തിലെ മുതിർന്നവർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഇവർക്ക് ജോലി സംബന്ധമായ ഉത്തരവാദിത്വം വർദ്ധിച്ചു വരികയും കൂടുതലായി ജോലിഭാരം വർദ്ധിക്കുന്നതുമാണ്. പലപ്പോഴും അധിക സമയത്ത് ജോലി ചെയ്യേണ്ടതായ സാഹചര്യമുണ്ടാകും. ഇനി ഇടവൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ നോക്കാം. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം പകുതി നാളുകളാണ് ഇടവം രാശിയിൽപ്പെടുന്നത്. ഈ നാളുകാർക്ക് പലവിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് ഒട്ടനവധി മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഗൃഹാന്തരീക്ഷത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറി കുടുംബജീവിതം സ്വച്ഛമാകും. ബന്ധുജനങ്ങളുടെ സമാഗമം ഉണ്ടാകും. അതുപോലെ തന്നെ മേലധികാരികളുടെ ഭാഗത്തു നിന്നും നല്ല സമീപനം ഉണ്ടാകുന്നതിലൂടെ തൊഴിൽ സ്ഥലത്ത് നിലനിന്നിരുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകും. അത് വലിയ ആശ്വാസത്തിന് വക നൽകുന്നതാണ്. അതുപോലെ തന്നെ പുതിയ പുതിയ വ്യാപാര വിപണന മേഖലകളിൽ പണം നിക്ഷേപിക്കുകയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ബിസിനസ് രംഗം മെച്ചപ്പെടുകയും അതിലൂടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഈ മാസം ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെട്ടേക്കാം.
സർക്കാരിൽ നിന്നും ലോൺ പോലെയുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇനി മിഥുനം രാശിയുടെ ഫലങ്ങൾ നോക്കാം. മിഥുന രാശിയിൽ ഉൾപ്പെടുന്നത് മകയിരം പകുതി, തിരുവാതിര, പുണർതം മുക്കാൽ ഭാഗം നാളുകളാണ്. മിഥുനം രാശിയിൽപ്പെടുന്ന മേൽപ്പറഞ്ഞ നാളുകാർക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന പല രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ രോഗശമനം ഉണ്ടാകുന്നതാണ്. ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ കാര്യക്ഷമമായി പൂർത്തീകരിക്കുവാനും അത് വിജയത്തിലെത്തിക്കുവാനും മിഥുനം രാശിയിൽപ്പെടുന്ന മുൻപറഞ്ഞ നാളുകാർക്ക് സാധിക്കുന്നതാണ്. ഇവർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനവരവ് പ്രതീക്ഷിക്കാം. വരുമാന വർധനവുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ രോഗകാരണങ്ങളാലൊക്കെ ദീർഘകാലമായി ജോലിയിൽ നിന്ന് വിട്ടുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അസുഖങ്ങളൊക്കെ വിട്ടകന്ന് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ്. മരുന്നുകളിൽ നിന്നോ ഭക്ഷണ സാധനങ്ങളിൽ നിന്നൊക്കെ അലർജി പിടികൂടാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ വിജയമുണ്ടാകും. ഇനി കർക്കിടക രാശിയുടെ ഫലങ്ങൾ നോക്കാം. പുണർതം അവസാന ഭാഗം, പൂയം, ആയില്യം എന്നിവ ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ്. കുടുംബത്തിൽ പിതാവിനോ അതുപോലെ തന്നെ പിതൃസ്ഥാനത്തുള്ളവർക്കോ രോഗങ്ങൾ പിടിപെട്ടേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പല തീരുമാനങ്ങളും മാറ്റിവെക്കേണ്ടതായി വരുന്ന സാഹചര്യമുണ്ടാകും. കച്ചവട രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ്. പല അവസരങ്ങളിലും ബന്ധുജനങ്ങളുടെ സമീപത്തു നിന്നുമുള്ള സാമ്പത്തിക സഹായമുണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കാം. ജോലി തേടുന്നവർക്ക് അനുകൂല സമയമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന തൊഴിലിൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ പഴയ ജോലി വിട്ട് പുതിയ തൊഴിലുകളിൽ പ്രവേശിക്കുന്നതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമോ മറ്റ് പല കാരണങ്ങളാലോ ഭൂമി ഇടപാടുകളിൽ നിന്നും താൽക്കാലികമായി വിട്ടു നിൽക്കേണ്ടി വരും. സന്താനങ്ങൾ മുഖേന സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് അവർക്ക്. ഇനി ചിങ്ങം രാശിയുടെ ഫലങ്ങൾ നോക്കാം. മകം, പൂരം, ഉത്രം കാൽഭാഗം വരുന്ന ചിങ്ങരാശിക്കാർക്ക് വാസസ്ഥലത്ത് നിന്നും മാറി നിൽക്കേണ്ടതായ സാഹചര്യമുണ്ടാകും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ച കാണുന്നുണ്ട്. പ്രൊമോഷനോ അതുപോലെ തന്നെ ജോലിയിൽ ശമ്പള വർധനവൊക്കെ ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ജനസമ്മതിയും ലഭിക്കും. പ്രകൃതി ചികിത്സയുടെയും മറ്റും രോഗങ്ങളിൽ നിന്നുള്ള മോചനമുണ്ടാകും. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുവാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് രോഗങ്ങളുണ്ടായേക്കാം. പല കാര്യങ്ങൾക്കുമായി പണം കൂടുതലായി ചിലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകളും നേരിടേണ്ടി വരും. നേത്ര സംബന്ധമായ രോഗങ്ങളൊക്കെ ഈ നാളുകാരെ അലട്ടുന്നതാണ്. ഇനി കന്നിരാശിയുടെ ഫലങ്ങൾ നോക്കാം. ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി നാളുകാർക്ക് തൊഴിൽ സംബന്ധമായി അനുകൂല സമയമാണ്. പുതിയ തൊഴിൽ തേടുന്നവർക്ക് അത് ലഭ്യമാകും. അതുപോലെ തന്നെ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാൻ സാധിക്കും. വ്യാപാര ഇടപാടുകളിൽ
ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നുമുള്ള സാമ്പത്തിക സഹായം വർദ്ധിക്കും. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നതിലൂടെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് സമൂഹത്തിൽ ജനസമ്മതി വർദ്ധിച്ചു വരും. സഹോദരങ്ങളുടെയോ മറ്റ് കുടുംബാംഗങ്ങളുടെയോ ആവശ്യത്തിനായി പണം ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്ക് നടക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി തുലാം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ചിത്തിര ബാക്കി പകുതി, ചോതി വിശാഖം മുക്കാൽ ഭാഗം നാളുകാർക്ക് മനസ്സന്തോഷം വർദ്ധിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഉണ്ടാകും. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. ബിസിനസ് സംബന്ധമായി പണം ധാരാളമായി ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടാകും. ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങളും അകൽച്ചയും അവസാനിച്ച് രമ്യതയിലെത്തുന്ന സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ സകുടുംബം യാത്രകൾ നടത്തുന്നതാണ്. സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ആകുലത വർദ്ധിപ്പിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സാഹചര്യമാണ്. പരീക്ഷാ വിജയവും ഇൻ്റർവ്യൂ മത്സര പരീക്ഷകളിലൊക്കെ വിജയവും പ്രതീക്ഷിക്കാം. പൊതുപ്രവർത്തന രംഗത്ത് ഏർപ്പെടുന്നവർക്ക് അംഗീകാരങ്ങളുണ്ടാകും. പല കാരണങ്ങളാലും ജോലിയിൽ നിന്നും അവധിയെടുത്ത് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടാകും. ഭൂമി ഇടപാടുകളിൽ നിന്നും വരുമാനം വർദ്ധിക്കും. അതുപോലെ തന്നെ കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കുന്നതാണ്. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഉൾപ്പെടുന്ന വൃശ്ചികം രാശിക്കാർക്ക് പല വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ ജോലികളിലൊക്കെ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടാകും. പഴയ ജോലി വിട്ട് പുതിയ ജോലികളിൽ പ്രവേശിക്കും. മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് സാധിക്കും. ബന്ധുക്കളിൽ നിന്നുമുള്ള സഹായം വർദ്ധിക്കുന്നതാണ്. തൊഴിൽ സംബന്ധമായി തന്നെ ഇവർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ബന്ധുജനങ്ങൾക്കും കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കുമൊക്കെ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അലട്ടുന്നതാണ്. പലപ്പോഴും നിയമപരമായ നടപടികളെ നേരിടേണ്ടി വരും. അലർജി, ജലജന്യ രോഗങ്ങൾ എന്നിവ പിടിപെട്ടേക്കാമെന്നതിനാൽ വേണ്ടത്ര ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുകാർക്കും ചെറുകിട കച്ചവടക്കാർക്കുമൊക്കെ നേട്ടങ്ങളുണ്ടാകുന്ന സമയമാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം നാളുകാർക്ക് മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ നിലനിൽക്കും. ബന്ധുഗുണം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകും. കൂടുതലായി യാത്രകൾ നടത്തേണ്ടി വരും. കുടുംബ സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സാധിക്കും. പരോപകാര പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതലായി ഏർപ്പെടും. അതുവഴി മനസ്സന്തോഷമുണ്ടാകും. സാമ്പത്തിക വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും. അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയുമൊക്കെ സഹായം ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനപ്രീതിയും അംഗീകാരവും ഉണ്ടാകും. ഗൃഹനിർമ്മാണം തുടങ്ങി വെച്ച പണി പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. വിവാഹ സംബന്ധമായ ആലോചനകളിലൊക്കെ അനുകൂലമായി തീരുമാനമുണ്ടാകും. മകരം രാശിയുടെ ഫലങ്ങൾ നോക്കാം. ഉത്രാടം ബാക്കി ഭാഗം, തിരുവോണം അവിട്ടം പകുതി നാളുകാരാണ് മകരം രാശിയിൽപ്പെടുന്നത്.
ഇവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വിട്ടകന്ന് സന്തോഷകരമായ അന്തരീക്ഷമുണ്ടാകും. ഗൃഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. വിവാഹാലോചനകളിലൊക്കെ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങളാൽ ദീർഘദൂര യാത്രകൾ പലതും മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ടാകും. കഫരോഗങ്ങളും ഉദരരോഗങ്ങളും വർദ്ധിക്കും. അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് വിവാദങ്ങൾ ചെന്നുവിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവർക്ക് പരീക്ഷാ വിജയമുണ്ടാകും. തൊഴിലന്വേഷകർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ രമ്യതയിലെത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കുംഭം രാശിക്കാരുടെ ഫലങ്ങൾ നോക്കാം. അവിട്ടം, ബാക്കി, ചതയം, പൂരിട്ടാതി മുക്കാൽ ഭാഗം നാളുകാരാണ് കുംഭം രാശിയിൽ വരുന്നത്. ഗൃഹനിർമ്മാണം തുടങ്ങി വെക്കുവാനോ അതുപോലെ തന്നെ തുടങ്ങി വെച്ച പണി ഏറെക്കുറെ പൂർത്തീകരിക്കുവാനോ സാധിക്കും. വ്യാപാര ഇടപാടുകളിലും മറ്റും പ്രതീക്ഷിക്കുന്നത് പോലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ഉദരരോഗങ്ങളും ഭക്ഷ്യ അലർജിയുമൊക്കെ പിടിപെട്ടേക്കാം. ഔദ്യോഗികമായോ അല്ലാതെയോ ഒക്കെ ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. സന്താനഭാഗ്യമുണ്ടാകും. ദീർഘകാലമായി സന്താനങ്ങളില്ലായിരുന്നവർക്ക് സന്താനഭാഗ്യം പ്രതീക്ഷിക്കാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരികയോ പൂർണ്ണമായി ഉപേക്ഷിക്കുകയോ ചെയ്യും. ബന്ധുജനങ്ങളിൽ നിന്നും അകന്നു കഴിയേണ്ടതായ സാഹചര്യമുണ്ടാകും. ജനിച്ച വീട് വിട്ട് നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മീനം രാശിയുടെ ഫലങ്ങൾ. പൂരിട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി നാളുകാരാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത്. മീനരാശിക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കുന്നതാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ്. ബിസിനസ്സിൽ മികച്ച വരുമാനം പ്രതീക്ഷിക്കാം. എന്നാൽ അപ്രതീക്ഷിതമായ ചെലവുകളുണ്ടാകും. ദീർഘകാലമായി അലട്ടിയിരുന്ന പല രോഗങ്ങളിൽ നിന്നും മോചനം നേടുന്നതാണ്. അതുപോലെ തന്നെ താമസ സ്ഥലം മാറേണ്ട സാഹചര്യമുണ്ടാകും. ദീർഘകാലമായി താമസിച്ചിരുന്ന ഗൃഹം വിട്ട് മറ്റ് വീട്ടിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഗൃഹത്തിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ടാകും. തൊഴിൽ സംബന്ധമായുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. തൊഴിൽ രംഗത്തെ പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അകലുന്നതാണ്. തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമാണ്. ലക്ഷ്യപ്രാപ്തിക്കായി കഠിനാധ്വാനം വേണ്ടിവരും. പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനമുണ്ടാകും. വിവാഹ കാര്യങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നതാണ്. വീട്ടിലെ മുതിർന്നവരുടെയൊക്കെ ഭാഗത്തു നിന്നും എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.